45 ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് നമുക്കൊരു ഇതുണ്ടല്ലോ, എങ്ങനെയെങ്കിലും നമുക്കത് കിട്ടും എന്നുള്ളതിൽ 45 എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓർക്കാതെ കയറിപ്പോയത് എപ്പോഴായിരുന്നു ആ ഒരു ലോങ് പ്രോസസ്സിൽ ആ വണ്ടി നോക്കുമ്പോൾ? പിന്നെ പക്ഷേ പിന്നെ നടന്ന കോമ്പറ്റീഷൻ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും പിന്നെ നമുക്ക് പിന്നെ ഈ ടെൻഷൻസ് കൂടി വരുന്നത്. ആദ്യത്തെ റൗണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഓഡിഷൻ റൗണ്ടിലൊക്കെ ഒന്നും നോക്കുന്നില്ല, നമ്മുടെ കഴിവ് കാണിക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് പാടുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ കുറച്ച് സീരിയസ്നെസ് മനസ്സിലായി, കുറച്ച് ടെൻഷനൊക്കെ പതുക്കെ നമ്മൾ എത്ര വീട്ടിൽ നിന്ന് പാടിയാലും അതിൻ്റെ ഒരു അതുപോലെ വരൂല. ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 6-7 ക്യാമറ ഉണ്ട്, പിന്നെ അങ്ങ് ആക്ഷൻ വന്ന് പാടുവാണ്. അപ്പോൾ ഒരു 50% നമുക്ക് പാട്ടിൽ വരുള്ളൂ. ടെൻഷനും പാടി അങ്ങനെ ഒറ്റ ടേക്കാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തന്നെയാണ്. അയ്യോ, ആ സമയത്തല്ലേ അത് റിയൽ എന്ന് പറയാൻ പറ്റുന്നത്. ലൈൻ മറന്ന തന്നെയാണ്. കാരണം അതൊരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം പെട്ടെന്നല്ല ഇത്രയും വലിയൊരു പ്രൈസ് മണിയും ഒരു ഹ്യൂജ് വലിയൊരു എമൗണ്ട് ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പാർഷ്വാലിറ്റി അങ്ങനെ ആരടുത്തും ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മത്സരമായിരുന്നു, കട്ട് തന്നെയാണ്.